നമസ്കാരം പ്രേക്ഷകരെ, ഞാനിപ്പോൾ കൊല്ലത്തെ എൻ്റെ വീട്ടിലാണുള്ളത്. കുറേ നാളിന് ശേഷമാണ് ഞാനിപ്പോൾ കൊല്ലത്തേക്ക് എത്തുന്നത്. തിരുവനന്തപുരത്ത് വീടിൻ്റെയൊക്കെ പണിയായിട്ട് കുറച്ച് തിരക്കായിരുന്നു. അപ്പോൾ അച്ഛനും അമ്മയൊക്കെ എപ്പോഴും തിരുവനന്തപുരത്തേക്ക് എത്തുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് അങ്ങനെ അവരെ കാണാൻ വേണ്ടി ഇവിടേക്ക് എത്തേണ്ടതില്ലായിരുന്നു. അപ്പോൾ ഏതാണ്ട് ഒരു വർഷത്തിലധികം സമയം കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിപ്പോൾ കൊല്ലത്തേക്ക് എത്തുന്നത്. എന്താണ് കൊല്ലത്തെ തെരഞ്ഞെടുപ്പ് ചൂട് എന്നറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ എത്തിയത്. എൻ്റെ നാട്ടിലെ വോട്ടും പ്രചരണവും ഒക്കെ എങ്ങനെയാണ് എന്നറിയാൻ വേണ്ടിയിട്ടാണ് എത്തിയിരിക്കുന്നത്. എന്തായാലും നല്ലൊരു പ്രഭാതമാണ്. ഡിറ്റ്വ ചുഴലിക്കാറ്റ് പോയെങ്കിലും അതിൻ്റെ തണുപ്പൊന്നും വിട്ടുമാറിയിട്ടില്ല. പൊതുവെ കൊല്ലത്തെത്തുമ്പോൾ ചൂട് കൂടിയ സ്ഥലമാണെങ്കിലും നല്ല തണുപ്പ് അനുഭവപ്പെടാറുണ്ട്. കൂടുതൽ മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം. എന്തായാലും നല്ലൊരു പ്രഭാതമാണ്. അപ്പോൾ നമുക്ക് ഈ പ്രഭാതത്തിൽ കൊല്ലത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുന്നത് ഇപ്പോൾ വി പാർക്കിലാണ്. അവിടെ ഈ സവാരിക്കൊക്കെ ആയിട്ട് ആളുകളെത്തും, ഈ മോർണിംഗ് വാക്കിനൊക്കെ ആയിട്ട് ആളുകളെത്തും, കുറേ പേരുണ്ടാവും. അപ്പോൾ കൊല്ലത്തിൻ്റെ പൾസ് എന്താണെന്ന് നമുക്ക് അവിടെ നിന്ന് ചോദിച്ചറിയാം. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. നമ്മളങ്ങനെ കൊല്ലത്തെത്തി ബി പാർക്കിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ നമുക്ക് രാവിലെ ആളുകളുടെ മനസ്സിൽ എന്താണ് എന്ന് നോക്കാം. മോർണിംഗ് വാക്കിനൊക്കെ ആയി എത്തിയ ആളുകളുണ്ട്. അവരോട് ചോദിച്ചറിയാം കൊല്ലം എങ്ങനെ ചിന്തിക്കുന്നു എന്ന്. വല്ല മാറ്റത്തിനും സാധ്യതയുണ്ടോ, അല്ലെങ്കിൽ പതിവ് തന്നെ ആവർത്തിക്കുമോ ഈ തെരഞ്ഞെടുപ്പിലും? ഇടതുകോട്ടയായി തന്നെ നിൽക്കുമോ എന്നൊക്കെ നമുക്കൊന്ന് ചോദിച്ചറിയാം. രാവിലെ അവരുടെ മനസ്സിലിരിപ്പോൾ ഒന്ന് അറിഞ്ഞിട്ട് വരാം. ജീവിതത്തിൽ ഇന്ന് വരെ ഒരു ദിവസം രാവിലെ എണീറ്റ് എക്സസൈസ് ചെയ്യാൻ പോകാത്ത ഞാനാണ്. എന്തായാലും ഇവിടെ ഡെയിലി എക്സസൈസ് ചെയ്യുന്ന കുറേ പേരുണ്ട്. നമുക്ക് അവരോടൊക്കെ തന്നെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ ചോദിക്കാം. ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് എന്ത് സംഭവിക്കും? തെരഞ്ഞെടുപ്പ് രംഗം എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ ജനാധിപത്യം എന്നല്ലേ പേര്. അപ്പം ഇലക്ഷന് വോട്ടൊക്കെ കിട്ടി നമ്മൾ തിരഞ്ഞെടുത്ത ആളുകൾ പിന്നെ ഏകാധിപതിയായി മാറുന്നതാണല്ലോ ഇവിടുത്തെ സിസ്റ്റം. പിന്നെ അവർ ആ ജനത്തിൻ്റെ ഇടയിൽ വരില്ലല്ലോ. അവർ കാറിനകത്ത് ഇരുന്ന് ഇങ്ങനെ ഒരുപാട് എസ്കോട്ടുമൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കും. ഇപ്പം രാജാക്കന്മാരുടെ പുതിയ അവതാരങ്ങളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഇലക്ഷൻ ചൂടൊക്കെ? ഇലക്ഷൻ ചൂട് നല്ല ഇതുണ്ട്. ഞാൻ കൂടുതലും ആർമിയിലായിരുന്നു ജോലി ചെയ്തത്. അപ്പോൾ നമ്മൾ 22 വർഷം ആർമിയിൽ വോട്ട് ചെയ്തിട്ടുണ്ട്. ഒരു വട്ടം ചെയ്യാൻ പറ്റി. ഇനിയിപ്പോൾ അടുത്ത വോട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇലക്ഷൻ എനിക്ക് ഡ്യൂട്ടിയാണ്. ഞാൻ ഇപ്പം നിലവിൽ ഒരു സ്റ്റേഷൻ ജോലിയാണ്, ഇരവിപുരം പോലീസ് സ്റ്റേഷനിൽ. ഞാൻ ആർമി 22 വർഷം ചെയ്തതാണ്. ഇനിയിപ്പോൾ ഫാമിലി ആയിട്ടായിരുന്നു. അപ്പോൾ ഇപ്പോഴും ഇവിടെ ഇപ്പം നിലവിൽ ഇരവിപുരം പോലീസ് സ്റ്റേഷനിൽ. അപ്പോൾ അന്ന് ഡ്യൂട്ടി ഉണ്ട്. അതിനിടയ്ക്ക് വന്ന് നമ്മൾ വോട്ട് ചെയ്യും. സ്ഥിരം വരാറുണ്ട്. രാവിലെ 1 മണിക്കൂർ തെരഞ്ഞെടുപ്പ് ചർച്ചയൊക്കെ ചെയ്യും. എക്സസൈസ് കഴിയുമ്പോൾ കൊല്ലത്തെ പ്രധാന ചർച്ച എന്താ? അല്ല, എക്സസൈസ് കഴിയുമ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് കുറച്ച് അതിനെപ്പറ്റിയുള്ള കൊല്ലത്തെ പ്രധാനപ്പെട്ട ചർച്ച എന്താ? പ്രധാനപ്പെട്ട പറയാൻ ഏതൊക്കെ വിഷയങ്ങളാ പ്രധാനമായിട്ടും ചർച്ച? പാർട്ടി സംബന്ധമായ കാര്യങ്ങൾ പറയാറുണ്ട്. എന്നാലും കൂടുതൽ ഞാനങ്ങനെ ഇപ്പം പോലീസ് സ്റ്റാൻഡ് നമുക്ക് അങ്ങനെയുള്ള ഒന്നും പറയാൻ പറ്റത്തില്ല. വ്യക്തികളെ നോക്കിയാണോ ഈ തവണ, അല്ലെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വ്യക്തികളെ നോക്കിയുള്ള വോട്ട് എന്ന നിലയിലാണോ, അതോ പാർട്ടിയാണോ? വ്യക്തികളെ നോക്കിയാണ് കൂടുതലും. പിന്നെ ഈ തദ്ദേശ സ്വയംഭരണത്തിൽ ആൾക്കാരെ തിരഞ്ഞെടുക്കുന്നത്. കഴിവുണ്ടോ, നന്നായിട്ട് വർക്ക് ചെയ്യാൻ സമയമുണ്ടോ, അതൊക്കെ നോക്കിയാണ് എടുക്കുന്നത്. ട്രാഫിക് പ്രശ്നമുണ്ട്. പിന്നെ ഈ വേസ്റ്റ് വലിച്ചെറിയലും മൊത്തത്തിൽ അങ്ങനൊരു ഇതാണ് കാര്യങ്ങൾ. പിന്നെ വേറെ ഒരുപാട് കാര്യങ്ങൾ അത് കണക്കത്തെ ഉണ്ട്. നമുക്ക് പിന്നെ വികസനമാണല്ലോ മെയിനായിട്ടുള്ള സംഗതി. വെച്ചാൽ ഇപ്പോൾ ഈ ഇലക്ഷൻ കഴിഞ്ഞ് പോയി കഴിയുമ്പോഴത്തേക്ക് പൊതുവേ കണ്ടുവരുന്നൊരു ഇതാണല്ലോ, ആരെയും കാണുന്നില്ല, 5 വർഷം കഴിഞ്ഞാൽ കാണുന്നതെന്നൊക്കെ. പിന്നെ ഇപ്പോൾ ഈ കാണുന്നൊരു വെപ്രാളമൊക്കെ അതൊരു ബോറാ സംഗതി. ആളുകൾക്ക് അറിയാം, കാണുമ്പോഴത്തേക്ക് വ്യക്തമായിട്ടും അത് ആണെന്നുള്ളത് അറിയാം. ഇതിന് വേണ്ടി ഇത് നേടിയെടുക്കുക. നമ്മൾ ചില സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളൂ, നമ്പർ 1 എന്നൊക്കെ പറഞ്ഞൊക്കെ കാണുന്നത്. അത് കാണുമ്പോൾ ഒരു പ്രചോദനം തോന്നും. അപ്പോൾ എന്താ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രധാന ചർച്ചാ വിഷയം ഇവിടെ കൊല്ലത്ത്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് കൊല്ലത്തിൻ്റെ വികസനം തന്നെയാണ്. കൊല്ലത്തിൻ്റെ ഇപ്പം 25 കൊല്ലം പൂർത്തിയാക്കും LDF സർക്കാർ. അപ്പോൾ അതിന് ഒരു പ്രൗഢി എന്നോണം ഈ കഴിഞ്ഞ വർഷം ഉദ്ഘാടനം ചെയ്ത ഈ വി പാർക്ക് തന്നെ നമുക്ക് ഉദാഹരണമായി കാണിക്കാം. പണ്ട് പട്ടിക്കാടായിട്ട് കിടന്നൊരു സ്ഥലമാണ്. ഇന്ന് വളരെ സവിശേഷമായ, അതായത് കൊല്ലം ബീച്ചിലായിരുന്നു ഏറ്റവും കൂടുതൽ ഈ ടൗണ് സംബന്ധിച്ച് വിനോദസഞ്ചാരികൾ വന്നുകൊണ്ടിരുന്നത്. പക്ഷേ അത് മാറി ഇപ്പോൾ വി പാർക്ക് അത്
ഏറ്റെടുത്ത് കഴിഞ്ഞു. ഇത് നമ്മളൊരു ട്രെൻഡ് മനസ്സിലാക്കുന്ന തെരഞ്ഞെടുപ്പ് കൂടിയാണ്. അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ട്രെൻഡ് എന്താണെന്ന് കൂടി നമുക്ക് ഈ ആളുകളെ കാണുമ്പോഴൊക്കെ മനസ്സിലാവും. അപ്പോൾ നമുക്കിനി അങ്ങോട്ടേക്ക് തിരിക്കാം. ഞങ്ങൾ വീട്ടിലെത്തി ഒന്ന് ഫ്രഷായി. ഇതാ ഇപ്പോൾ 8:30 മണിയാകുന്നു. നമ്മൾ ഇന്നത്തെ സ്ഥാനാർത്ഥികളെയും നമ്മളുടെ കൊല്ലം ജില്ലയിലെ തെരഞ്ഞെടുപ്പ് പ്രചരണവും എങ്ങനെയെന്ന് നോക്കിക്കാണാനായിട്ട് ഇറങ്ങുകയാണ്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കൊല്ലത്ത് പ്രധാനപ്പെട്ട ഒരു വാർത്തയായിരുന്നു, ഈ CPIയിൽ ഒരു കൂട്ടരാജി ഉണ്ടായി. അപ്പോൾ ആ രാജിയുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള കാര്യങ്ങൾ വലിയ ചർച്ചയായിരുന്നു. ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാം, എൻ്റെ ബന്ധുക്കളൊക്കെ തന്നെയാണ് ഈ ചുറ്റും ഉള്ളത്. ഇതിപ്പോൾ എൻ്റെ മാമൻ്റെ മകനാണ് ബിജു. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ പുള്ളിക്കാരൻ അല്പം പ്രശ്നമൊക്കെ ഉണ്ടാക്കിയിട്ട് നിൽക്കുക. അപ്പോൾ എന്താ കാര്യമെന്ന് നമുക്ക് ചോദിച്ചറിയാം. എന്താ സംഭവിച്ചത് യഥാർത്ഥത്തിൽ? ഞാൻ വീട്ടിൽ ഇരുന്ന് ഫേസ്ബുക്ക് പോസ്റ്റിലാണ് ആദ്യം സംഭവം അറിയുന്നത്, നിങ്ങൾ രാജിവെച്ചെന്നുള്ളത്. അതെ, വേറെ ഒന്നുമല്ല, നമ്മൾ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് പാർട്ടിയുടെ തീരുമാനം, അതായത് നമ്മളെ മണ്ഡലം കമ്മിറ്റി അംഗമെന്ന നിലയിൽ ഇവിടെ നമ്മളെ ഭരണിക്കാവ് ഡിവിഷനായിരുന്നു ഞങ്ങൾ മത്സരിച്ചുകൊണ്ടിരുന്ന ഡിവിഷൻ. അത് CPMന് വിട്ടുകൊടുക്കുകയും പട്ടത്താനം ഡിവിഷനിൽ മറ്റേ അഡ്വക്കേറ്റ് സൈജു, അതായത് പുള്ളി മുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും പാർട്ടിയുടെ മണ്ഡലം കമ്മിറ്റി മെമ്പറും മുൻ കൗൺസിലറുമായിരുന്നു. പക്ഷേ പുള്ളി 2 വർഷമായിട്ട് പാർട്ടി നടപടി നേരിട്ട് ഒരു പ്രവർത്തനത്തിനും ഇറങ്ങാതിരുന്ന സമയത്ത് മത്സരിപ്പിക്കാനാണ് മണ്ഡലം വെച്ച് മാറിയത്. അതെ, പുള്ളിയെ മത്സരിക്കാൻ വേണ്ടി ജില്ലാ നേതൃത്വവും സംസ്ഥാന ഭാരവാഹികളും കൂടി ചേർന്ന് ഇത് വെച്ച് മാറുകയായിരുന്നു, അദ്ദേഹത്തിനെ മത്സരിപ്പിക്കാൻ വേണ്ടി മാത്രം. അത് ഞങ്ങളെ ആരെ അറിയിക്കാതെയാണ് ഈ സ്ഥാനാർത്ഥി നിർണ്ണയം നടത്തിയത്. രാജിവെച്ചതിൽ ഒരാളാണല്ലേ? ഇനി എന്താ തീരുമാനം? അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വെറുതെ നിൽക്കാനാണോ തീരുമാനം? അല്ലല്ല, ഞങ്ങള് ഞാൻ റെസിഡൻസിന്റെ ഭാരവാഹിയും കൂടിയാ. പ്രചരണത്തിൽ സജീവമാണ്. ഇവിടെ ഞങ്ങളുടെ സ്ഥാനാർത്ഥി, അതായത് ഞങ്ങളുടെ ഭരണിക്കാവ് ഡിവിഷനിൽ സ്ഥാനാർത്ഥി ലക്ഷ്മി ഷാജിയാണ് LDF സ്ഥാനാർത്ഥി. അപ്പോൾ ലക്ഷ്മി ഷാജിക്ക് വേണ്ടി ഇവർ ഇപ്പോൾ പ്രചരണ രംഗത്ത് സജീവമാണ് എന്നതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇനി തെരഞ്ഞെടുപ്പിന് ശേഷമോ അല്ലെങ്കിൽ അതിനു മുമ്പോ CPMലേക്ക് പോകാനാണോ നീക്കം? അല്ല, അങ്ങനെ ഒരു തീരുമാനമൊന്നുമില്ല. ഞങ്ങളിപ്പോൾ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ളൊരു തീരുമാനത്തിലാണ് തൽക്കാലം പോകുന്നത്. പുള്ളിക്കാരൻ ഹോട്ടൽ ബിസിനസ്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വളരെ സജീവമായിട്ട് നിൽക്കുന്നത്. എന്നിട്ടും ഈ തദ്ദേശത്തോട് ഇങ്ങനെ പിടിച്ചടിപ്പിക്കുന്ന എന്താണ്? ഒരു സ്ഥാനം കിട്ടാതെ നിങ്ങൾ രാജിവെച്ചു എന്നൊക്കെയാണ് പുറമെ പറയുന്നത്. അങ്ങനെയുള്ള സ്ഥാനം മോഹിച്ചല്ല ഞങ്ങൾ ഈ ഒരു കാര്യത്തിൽ ഇറങ്ങിയത്. സ്ഥാനം മോഹിച്ചല്ല. ഞങ്ങളെ പാർട്ടി വളരണം, പാർട്ടിയാണ് വലുത്, വ്യക്തിയല്ല വലുത് എന്ന ആശയം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ രാജിവെച്ചത്. ശരി. എന്തായാലും നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് ഇങ്ങനെ നിരവധി പേരെ കാണാം. രാജിവെച്ചവർ, അഭിപ്രായ ഭിന്നതയെ തുടർന്ന് രാജിവെച്ചവർ, ഇവിടെ ഇപ്പോൾ 26 പേരാണ് രാജിവെച്ചിരിക്കുന്നത്. എന്തായാലും വലിയ ചർച്ചയും വാർത്തയും ഒക്കെ ആയതാണ്. അപ്പോൾ സ്ഥാനം കിട്ടാത്ത രാജി എന്ന് പറയുന്നുണ്ടെങ്കിലും അതല്ല, ഞങ്ങൾ ആദർശം പറഞ്ഞാണ് രാജിവെച്ചത് എന്നതാണ് അവരുടെ ന്യായം. എന്തായാലും കാണാം. നമുക്ക് വിമതരായി ഉൾപ്പെടെ മത്സര രംഗത്തുള്ള നിരവധി പേരുണ്ട്. അത് ജയപരാജയങ്ങളെ പോലും തീരുമാനിക്കുന്ന സാഹചര്യത്തിലേക്കൊക്കെ എത്തും എന്നതാണ് നമ്മൾ കരുതുന്നത്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ആദ്യ സ്ഥാനാർത്ഥിയെ നമ്മൾ കാണാൻ പോവുകയാണ്. എൻ്റെ ഭരണിക്കാവ് ഡിവിഷനാണ് എൻ്റെ വാർഡ്. അവിടെ മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥിയുടെ അടുത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ലക്ഷ്മി എന്നാണ് പേര്. ലക്ഷ്മി ചേച്ചി എൻ്റെ ബന്ധു കൂടിയാണ്. ഞങ്ങളും കുറേ നാളിന് ശേഷമാണ് കാണുന്നത്. അപ്പോൾ എൻ്റെ ഒരു ബന്ധു മത്സരിക്കുകയാണ്. ജയിച്ചാൽ ഞങ്ങൾക്ക് ഇവിടെ ഒരാളുണ്ട് എന്ന് പറയാൻ പറ്റുന്ന ഒരാളാണ് എന്നെ സംബന്ധിച്ച് ലക്ഷ്മി ചേച്ചി. അപ്പോൾ ലക്ഷ്മി ചേച്ചിയിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം. അതിനൊപ്പം തന്നെ കുറേ പ്രവർത്തകരും ആളുകളും ഒക്കെ ഉണ്ട്. അതിൽ പലരും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെയാണ്. അപ്പോൾ ചേച്ചി, എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം അങ്ങ് അതിൻ്റെ ഉച്ചസ്ഥായിയിൽ എത്തി നിൽക്കുന്ന സമയം? അതെ, തീർച്ചയായും. എത്രമാത്രം പ്രതീക്ഷയുണ്ട്? 100%, ഒരു 99% പ്രതീക്ഷയുണ്ട്. കൊല്ലം ഒരു ഇടതുകോട്ട, അല്ലെങ്കിൽ അതാണോ ഒരു ആത്മവിശ്വാസം നൽകുന്ന ഘടകം? അതെ, തീർച്ചയായും. ഒരു കൊല്ലം കോർപ്പറേഷൻ ഒരു 25 വർഷമായിട്ട് LDF സർക്കാരാണ് ഭരിക്കുന്നത്. LDFന്റെ സിറ്റിംഗ് സീറ്റാണ്. തീർച്ചയായും ഒരു പ്രതീക്ഷയുണ്ട്. അപ്പോൾ ജയിച്ചു വന്നാൽ, ഞങ്ങളുടെ വീടൊക്കെ ഇരിക്കുന്ന സ്ഥലമല്ലേ, എന്ത് ചെയ്യും? ഞങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യും? എനിക്കതാണ് അറിയേണ്ടത്. ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഈ പ്രദേശത്ത് നമ്മുടെ ഈ നാട്ടിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു തുടർച്ച തീർച്ചയായും ഉണ്ടാവും. ഒരുപാട് വികസനങ്ങൾ പ്രതീക്ഷിക്കാം. എന്നെ സ്കൂളിൽ ഞാൻ പഠിക്കുമ്പോൾ ട്യൂഷൻ പഠിപ്പിച്ചിരുന്ന സാറന്മാരിൽ ഒരാളാണ്. അപ്പോൾ സജീവ നായർ അന്ന് മുതൽ തന്നെ പാർട്ടി പ്രവർത്തകനാണ്. SFIയുടെ SM കോളേജിൽ യൂണിറ്റ് പ്രസിഡന്റ്, കോളേജ് യൂണിയന്റെ ജനറൽ സെക്രട്ടറി, SFI ജില്ലാ കമ്മിറ്റി അംഗം. എങ്ങനെയുണ്ട് പ്രചരണം? എങ്ങനെയുണ്ട്? തീർച്ചയായിട്ടും നല്ല പ്രചരണമാണ്. LDF തന്നെയാണ്, വളരെ മുൻപന്തിയിലാണ് LDF. ഏതാണ്ട് ആദ്യത്തെ 2 റൗണ്ട് 99% റൗണ്ടും പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഞങ്ങൾ 3-ാം റൗണ്ട് ഇറങ്ങുകയാണ്. സ്വാഭാവികമായിട്ടും ഇവിടെയുള്ള തൊഴിലാളികളാണ് ഏറ്റവും കൂടുതലുള്ളത്. അവരെല്ലാം തന്നെ LDFന് അനുകൂലമായിട്ടാണ് നിൽക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം സംസ്ഥാന ഗവൺമെൻറ്റും അതുപോലെ തന്നെ കൊല്ലം കോർപ്പറേഷൻ
ഡബിൾ എഞ്ചിൻ്റെ ആ ഒരു പിന്നെ വികസന പ്രവർത്തനങ്ങൾ വളരെ വലിയ ഊർജ്ജമാണ് ഞങ്ങൾക്ക് ഈ ജനങ്ങളെ കാണുമ്പോൾ കിട്ടുന്നത്. കൊല്ലം കോർപ്പറേഷൻ ഈ ഡിവിഷനിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ, പുത്തനട സ്കൂള് പിന്നെ ഹൈടെക് ആക്കി, പിന്നെ തകർന്നു കിടന്ന റോഡുകളെല്ലാം നല്ല നന്നാക്കി, ലൈറ്റുകളെല്ലാം LED ആക്കി, അങ്ങനെ ജനങ്ങൾക്ക് ആവശ്യമാണ്. അതുകൊണ്ട് കുടിവെള്ളം പൈപ്പ് ലൈൻ ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് വിനോദ്, പുള്ളിയും എന്നെ ട്യൂഷൻ പഠിപ്പിച്ചിട്ടുള്ള ആളാണ്. ഇവിടെ സാറാണ് ഇവിടെ വളരെ സജീവമായിട്ടുണ്ട്. നോക്കൂ, ഈ ഡബിൾ എഞ്ചിൻ എന്ന് പറയുമ്പോൾ തന്നെ ഡബിൾ ഭരണവിരുദ്ധ വികാരമാണ്. അപ്പോൾ കോർപ്പറേഷൻ 25 കൊല്ലമായിട്ട് ഭരിക്കുന്നുണ്ട്. മാത്രമല്ല തുടർ ഭരണം ആ സർക്കാരിന്റെ. അപ്പം ഈ ഭരണവിരുദ്ധ വികാരം ബാധിക്കില്ലേ? എന്തായാലും തുടർഭരണം തന്നെ ഉണ്ടാകും. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കണക്കുള്ള വികസന പ്രവർത്തനങ്ങളാണ് നമ്മുടെ നാടിന് വേണ്ടി LDF എന്ന് പറയുന്നത് നമ്മളെ നിയമസഭ ഭരിക്കുന്ന പിണറായി വിജയൻ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നതും അതുപോലെ തന്നെ നമ്മളെ കോർപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നതും. കാരണം എന്ന് പറഞ്ഞാൽ 41ാം ഡിവിഷനിലെ മുൻ പിന്നെ കൗൺസിലറായിരുന്ന അഭിമന്യു തുടങ്ങി വെച്ച ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ തന്നെ ഇപ്പം തുടരാനുള്ള ഒരു ചാൻസ് കൂടിയാണ് നമ്മുടെ ഈ ലക്ഷ്മി ഷാജിക്ക് ലഭിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ആ ഒരു വിജയം ഉണ്ടാകും. ആ ഉറപ്പുള്ളൊരു വിജയമാണെന്ന് ഞങ്ങൾ കരുത്തോടുകൂടി തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ വലിയ ആത്മവിശ്വാസമാണ്. തീർച്ചയായിട്ടും ചുമന്ന് തന്നെ ഇരിക്കും കൊല്ലം ചുമന്ന് തന്നെ ഇരിക്കും, അതിന് യാതൊരു സംശയമില്ല. തീർച്ചയായിട്ടും ഒരു മാറ്റമില്ല. വിജയത്തിലേക്ക് തന്നെ ഒരു മാറ്റമില്ല. ഓക്കെ, എന്തായാലും വലിയ ആത്മവിശ്വാസത്തിലാണ്. ഇടത് കോട്ടയാണ്, അപ്പോൾ അവിടെ വിജയം ഉറപ്പ് എന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. അപ്പോൾ ഞങ്ങളുടെ വാർഡിൽ ഉൾപ്പെടെ കഴിഞ്ഞ തവണ തുടർച്ചയായി ഇടത് സ്ഥാനാർത്ഥികൾ ജയിച്ചു വരുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. അതിന്റെ ഒരു തുടർച്ച തന്നെയാണ്. അപ്പോൾ ഞങ്ങളുടെ വാർഡിൽ ഉൾപ്പെടെ കഴിഞ്ഞ തവണ തുടർച്ചയായി ഇടത് സ്ഥാനാർത്ഥികൾ ജയിച്ചു വരുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. അതിന്റെ ഒരു തുടർച്ച തന്നെയാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് മുന്നിൽ രാഹുൽ പാങ്കൂട്ടത്തിൽ വിഷയമുണ്ട്, സ്വർണ്ണക്കൊള്ളയുണ്ട്, അനേകം വിഷയമുണ്ട്, മുഖ്യമന്ത്രിക്ക് ED നോട്ടീസ് എത്തിയ വിഷയം വരെയുണ്ട്. പക്ഷേ നമ്മൾ താഴെ തട്ടിലേക്ക് എത്തുമ്പോൾ, ജനങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ അവരുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം. അതിനപ്പുറമുള്ള ചർച്ചകളല്ല. അവരുടെ ഏറ്റവും അടിസ്ഥാനമായ പ്രശ്നം അത് അവരുടെ ജീവിതമാർഗം, ഒപ്പം തന്നെ വികസനം, മറ്റേ ശുദ്ധജലം ലഭിക്കുന്നുണ്ടോ എന്നത്, താമസിക്കാൻ ഒരു ഇടമുണ്ടോ എന്നുള്ളത്, അങ്ങനെ ഏറ്റവും അടിസ്ഥാനമായ, പിന്നീട് ഈ മാലിന്യ പ്രശ്നങ്ങൾ, അങ്ങനെയൊക്കെയുള്ള നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ മനുഷ്യർ അനുഭവിക്കുന്നുണ്ട്. അത് തന്നെയാണ് അവർ ഏറ്റവും ആദ്യം കൺസിഡർ ചെയ്യുന്നത്. പിന്നീട് ഈ വ്യക്തികളെ നോക്കിയുള്ള വോട്ടിംഗ്, ആ വിധത്തിലുള്ള പാറ്റേൺ ഉണ്ട്. നമ്മൾ ആളുകളുമായി സംസാരിക്കുമ്പോൾ അത് മനസ്സിലാകുന്നു. അതിനപ്പുറം പിന്നീട് രാഷ്ട്രീയമായിട്ടുള്ള അവരുടെ കാഴ്ചപ്പാടുകൾ എന്നതാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഹാർബറിലാണ് എന്ന് പറഞ്ഞല്ലോ. ഇവിടെ ഇപ്പോൾ ഒരൊറ്റ വിഷയം, മത്സ്യം എത്ര കിട്ടുന്നു എന്നതാണ്. ഓരോ വള്ളം വരുമ്പോഴും അതിൽ എത്ര മത്സ്യമുണ്ട്, അവർക്ക് നല്ല കച്ചവടം നടക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ ഒരു വള്ളം വന്നു, നിരവധി തവണ ഇപ്പോൾ പല കുട്ടകളിലായി മത്തി നീക്കം ചെയ്തു. എന്നിട്ടും ഇപ്പോഴും അത് നീക്കിക്കൊണ്ടിരിക്കുകയാണ്. കാണാം, നല്ല പച്ച മത്തിയാണ്. അപ്പോ നല്ല വിളവ് തന്നെയാണോ കിട്ടിയത്? നമുക്ക് ഇതിൽ കാണാം, ഇപ്പോ മത്സ്യമുണ്ട്. കുറെ നേരമായി ഇതിൽ നിന്ന് മത്സ്യം കരയിലേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും ഇനിയും കുറേയധികം കുട്ടകൾ മാറ്റാനുണ്ട് തരത്തിലുണ്ട്. അപ്പോ മത്സ്യ ലഭ്യത ഇപ്പോ ഉണ്ടോ നിങ്ങൾക്ക്? കുഴപ്പമില്ല അല്ലേ? ഇത് നല്ല കാച്ചിങ് ആയിരുന്നു അല്ലേ? മത്തി തന്നെയാണ് ഇപ്പോ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ വറുതിയുടെ സമയമല്ല, വറുതിയല്ല. അതിന്റെ മെച്ചം നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ? മത്സ്യത്തിന് വളരെ വില കുറച്ചാണ് കിട്ടുന്നത്. മത്സ്യ ലഭ്യത ഈ പറയുന്ന ഈ കാണുന്ന ബഹളവും ഇതൊക്കെ ഉള്ളു. പക്ഷെ വോട്ട് ഇതിന്റെ മത്സ്യങ്ങളൊക്കെ വിറ്റുപറക്കി വരുമ്പോൾ വളരെ തൊഴിലാളികളും അതിന്റെ വലകിറക്കവും പ്രശ്നങ്ങളും, കണ്ടെയ്നറും തട്ടി വലകിറക്കുക, പിന്നെ ബോട്ടിന്റെ ഡീസലിന്റെ സബ്സിഡി ഒരു വിഷയമാണ്. കാരണം മറ്റുള്ള എല്ലാ സ്റ്റേറ്റുകളിലും സബ്സിഡി ഉണ്ട്. കേരളത്തിൽ മാത്രമേ ഉള്ളൂ ബോട്ടുകൾക്ക് സബ്സിഡി ഇല്ലാത്ത. സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വേണ്ടി അവർ ചെയ്തു തരേണ്ടുന്ന സൗകര്യങ്ങളും സംവിധാനങ്ങളും അത് കൃത്യമായി നടത്തുന്നു. എന്ത് സൗകര്യം? അവരൊന്ന് എന്ത് ചെയ്യുന്നു? ഈ ഫീൽഡിൽ ഇപ്പൊ ഇരിക്കുന്ന, ഞാൻ ആരും കുറ്റം പറയല്ല, ഈ ഇരിക്കുന്ന ഗവൺമെന്റ്, ഈ ഫിഷറീസ് മന്ത്രിക്ക് ഈ ഫിഷിംഗ് മേഖലയെ കുറിച്ച് ഒരു ചുക്കും അറിയത്തില്ല. ഇവിടുത്തെ മേഖല പ്രശ്നങ്ങൾ ഇടപെടാനായിട്ട് ആരുമില്ല. മത്സ്യബന്ധന മേഖലയെക്കുറിച്ച് ഇതിനെ തിരക്കാനോ അന്വേഷിക്കാനോ യഥാർത്ഥത്തിൽ ഉദ്യോഗസ്ഥന്മാർക്ക് പോലും ഇതിന് കറക്റ്റായിട്ട് കാര്യങ്ങൾ അറിയത്തില്ല. അമ്മ വോട്ട് ചെയ്യണ്ടേ? സ്ഥാനാർത്ഥികളൊക്കെ വന്ന് കാണാറുണ്ടോ? നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ അവരോട് പറയാറുണ്ടോ? പറഞ്ഞു. അവര് പ്രശ്നമൊന്നും ചോദിക്കത്തില്ല മോളെ. അവര് വന്ന് വോട്ട് ചോദിക്കും, അവരങ്ങ് പോകും. നമ്മുടെ പ്രശ്നം നമുക്കല്ല അറിയാനൊക്കത്തുള്ളൂ. നമ്മളോട് ചോദിക്കുന്ന കാര്യമാണ് നമ്മൾ പറയേണ്ടിയുള്ളത്. പക്ഷെ അവര് വന്ന് വോട്ട് ചോദിക്കും, അവരങ്ങ് പോകും. ഈ ഒരു കാര്യം പിന്നെ കാണാറില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിലാവുമ്പോ പ്രതിനിധികളാവുമ്പോ നിങ്ങൾക്ക് അടുത്തുള്ളവരായിരിക്കില്ലേ? അടുത്തുള്ളവർ തന്നെയാ മോളെ. അവർ അടുത്തുള്ളവരാണെങ്കിൽ നമ്മുടെ സ്ഥിതിഗതികൾ അവരറിയുന്നില്ലല്ലോ. സ്ഥാനാർത്ഥികളെല്ലാം വന്ന് പോയി. വോട്ട് സമയമാകുമ്പോ, ഇലക്ഷൻ സമയമാകുമ്പോ എല്ലാരും വരും, വോട്ട് ചോദിക്കും, പോകും. നമ്മളിവിടെ വന്ന് കഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. മത്സ്യമേഖലയിൽ എങ്ങനെയുണ്ട്? കാട്ടിൽ പോയി ഒളിച്ചിരുന്ന അയ്യപ്പൻ മലമോളിരിക്കുന്ന അയ്യപ്പനെ കൂടെ തോണ്ടി ചെമ്പാക്കിയത്. അയ്യോ, ഇതുപോലൊരു നാറിയ ഭരണം ഇനി കണ്ടിട്ടേ
യഥാർത്ഥ പ്രശ്നങ്ങൾക്ക് അപ്പുറമുള്ള രോഷമാണ്. അയ്യപ്പന്റെ സ്വർണം കവർന്നവരുടെ രോഷം നമ്മൾ ഇങ്ങനെ പലയിടങ്ങളിൽ പല സ്ഥലങ്ങളിൽ കാണുന്നുണ്ട്. ഇടതുപക്ഷത്തിന് തുടർച്ച കിട്ടാനുള്ള സാധ്യത ഉണ്ടോ? ഇടതുപക്ഷം ഒന്നുമില്ല, നമുക്കൊരു വോട്ടുണ്ട്, ആൾക്കാരൊന്നും ചെയ്യും, അത്രേ ഉള്ളൂ. മാറ്റം ഉണ്ടാവോ കൊല്ലത്ത്? കൊല്ലത്ത് മാറ്റം ഉണ്ടാകണമല്ലോ. എന്താ വലിയ കൊല്ലത്തിന്റെ പ്രശ്നം എന്താ? പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ വികസനം വേണം, അത്രേ ഉള്ളൂ. നാട് നന്നാകണം, ഇതൊക്കെ ഉള്ളൂ. വികസനത്തിനാണ് അവരുടെ വോട്ട്, അതനുസരിച്ച് വോട്ട് ചെയ്യുമെന്ന കാര്യമാണ് പറയുന്നത്. ഇവിടെ റെയിൽവേയുടെ പണി നടക്കുന്നതുകൊണ്ട് വണ്ടി ഇതുവഴി പോകുന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ടേ ഉള്ളൂ. പ്രാദേശിക വിഷയങ്ങളാണ് പ്രധാനം. പ്രാദേശിക വിഷയങ്ങളാണ് അതാണ് പ്രധാനം. പക്ഷേ മാർക്കറ്റൊക്കെ നവീകരിച്ചത് CPM അഭിമന്യു കൗൺസിലറായിട്ടിരുന്ന സമയത്താണ്. എല്ലാം ഭംഗിയായിട്ട് ചെയ്തു, സന്തോഷത്തോടെ. വ്യക്തികളെ നോക്കിയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ട് ചെയ്യുന്നത്. അതെ, വ്യക്തികളെ നോക്കിയല്ല, വ്യക്തികളെ നോക്കിയാണ് ചെയ്തത്. അങ്ങനെ ഞാൻ സഞ്ചരിച്ച് ചവറ എത്തിയിരിക്കുകയാണ്. ചവറ എത്തിയാൽ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തത്, കേരളത്തെ സംബന്ധിച്ച് ഒഴിച്ചുകൂടാൻ പറ്റാത്ത പാർട്ടിയാണ് RSP. ചവറ മുതൽ നീണ്ടകര എന്നൊക്കെ പറഞ്ഞ ആളുകൾ കളിയാക്കും എങ്കിൽ പോലും കൊല്ലത്തെ സംബന്ധിച്ച് വളരെ നിർണായകമായ ശക്തിയാണ്. ആ പ്രാധാന്യം RSPക്ക് എപ്പോഴും ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് അവരുടെ UDFന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലാണ്. ഇവിടെ RSP സ്ഥാനാർത്ഥികളുണ്ട്, നമുക്ക് അവരെ പരിചയപ്പെടാം. അപ്പോ ആനന്ദ്, യുവത്വമാണ് മുന്നോട്ട് വെക്കുന്നത് RSP. എന്റെ പേര് ആനന്ദ് എന്നാണ്. ചവറ ബ്ലോക്ക് ചവറ ഡിവിഷനിലേക്ക് മത്സരിക്കുകയാണ്. എന്റെ സ്ഥാനാർത്ഥിത്വം വളരെ പെട്ടെന്നായിരുന്നു. സഖാവ് ലാലുവാണ് ഇവിടെ ആദ്യം മത്സരിക്കാൻ വന്നത്. പക്ഷേ LDFന്റെ കുതന്ത്രത്തിൽ അദ്ദേഹത്തിനെ അടിപ്പതർക്കുന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ നോമിനേഷൻ തള്ളിക്കളയുന്ന പ്രവർത്തനങ്ങൾ LDF ഇവിടെ കാഴ്ചവെച്ചു. അപ്പൊ അതിൽ അവർ വിജയിച്ചു. പക്ഷെ ഒട്ടും അവർക്ക് വിജയിക്കാൻ സാധിക്കില്ല. UDFന്റെ കമ്മിറ്റി കൂടി തീരുമാനമെടുത്ത് എന്നെ സ്ഥാനാർത്ഥിയാക്കുകയായിരുന്നു. ഞാൻ PSUവിന്റെ കൊല്ലം ജില്ലാ സെക്രട്ടറി ആയിരുന്നു. PSUവിന്റെ സെൻട്രൽ കമ്മിറ്റി ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു. അത്തരത്തിലൊക്കെ ഇവിടെ നിറസാന്നിധ്യമായിരുന്നു ചവറയിലും നീണ്ടകരയിലും. കേരളത്തിൽ UDFന്റെ വലിയൊരു അലയടി ഉണ്ടാകും. UDF വലിയ അധികാരത്തിൽ വരും. ഇതൊരു ട്രയലാണ്, ഇതൊരു മോക്ക് ഡ്രില്ലാണ്. വരാൻ പോകുന്ന നിയമസഭയിൽ UDFന്റെ മുഴുവൻ പാനലും വിജയിക്കുന്നതിനുള്ള ഒരു മോക്ക് ടെസ്റ്റ് മാത്രമാണ് നടക്കുന്നത്. മാത്രം എന്തായാലും വലിയ ആത്മവിശ്വാസമാണ്. നമുക്കറിയാം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായിട്ടാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപ്പോൾ അവിടെ വലിയ വിഷയമായി രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയമോ സ്വർണ്ണക്കൊള്ള വിഷയം ഒക്കെ ഉണ്ട്. സംസ്ഥാന തലത്തിൽ അതൊക്കെ വലിയ ചർച്ചയാവുമ്പോൾ ഇവിടെ വികസന വിഷയങ്ങൾ, സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ അത് ഉയർത്തിക്കാട്ടി തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു. അതാണ് അവരുടെ വലിയ ആത്മവിശ്വാസമായി അവർ ചൂണ്ടിക്കാട്ടുന്നത്. നമുക്ക് അടുത്ത സ്പോട്ടിലേക്ക് പോവാം. കൊല്ലത്തെ സംബന്ധിച്ച് മറ്റൊരു പ്രധാനപ്പെട്ട മേഖലയാണ് കശുവണ്ടി മേഖല. കശുവണ്ടി മേഖലയിലെ ജോലി പ്രശ്നങ്ങൾ, അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, കശുവണ്ടി തൊഴിലാളികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളൊക്കെ തെരഞ്ഞെടുപ്പിനെ പോലും നിർണ്ണയിക്കാൻ ശക്തിയുള്ളതാണ്. അപ്പോ എങ്ങനെയാണ് കശുവണ്ടി മേഖലയിലെ ആളുകൾ ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്, അവരുടെ പ്രശ്നങ്ങൾ എന്താണ്, നമുക്ക് അതുകൂടി ഒന്ന് ചോദിച്ചറിഞ്ഞാൽ മാത്രമേ കൊല്ലത്തിന്റെ ചിത്രം പൂർണ്ണമാവുകയുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലത്തെ സെന്റ് മേരീസ് കശുവണ്ടി ഫാക്ടറിക്ക് മുന്നിലാണ്. അവിടുത്തെ തൊഴിലാളികളോട് തന്നെ നമുക്ക് നേരിട്ട് ചോദിക്കാം. സ്ഥാനാർത്ഥികളൊക്കെ വന്നിരുന്നോ വോട്ട് ചോദിക്കാൻ? എന്താ പ്രാദേശിക വിഷയങ്ങളൊക്കെ നോക്കിയാണോ? എന്ത് നോക്കിയാ വോട്ട് ചെയ്യുന്നേ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ? ആരും നല്ലവരെന്ന് വെച്ചാൽ അവർ വോട്ട് ചെയ്യും. വ്യക്തികളെ നോക്കിയാ അല്ലേ? വ്യക്തികളെ നോക്കി ചെയ്യും. ജോലിയൊക്കെ ഉണ്ടോ നിങ്ങൾക്ക്? ജോലിയൊക്കെ ഉറപ്പാകുന്നുണ്ടോ? ഉറപ്പാ. ഈ തുടർച്ചയാണോ അതോ മാറുവോ കൊല്ലത്തിന്റെ രാഷ്ട്രീയ മുഖം? ഇല്ല, കൊല്ലത്തിന്റെ രാഷ്ട്രീയം മാറുമെന്നോ അത് ഇലക്ഷൻ കഴിഞ്ഞിട്ടേ പറയാൻ പറ്റത്തുള്ളൂ. എല്ലാ പാർട്ടിക്കാരും എല്ലാം തരാമെന്ന് പറഞ്ഞ് ആരുമില്ല തരത്തില്ലെന്ന് പറഞ്ഞത്. പക്ഷെ കിട്ടത്തില്ല. അതോ കിട്ടുന്നുണ്ടോ? കിട്ടത്തില്ല. ഇപ്പൊ കാണുന്ന കാഴ്ചയേ ഉള്ളു, പിന്നില്ല. കൊല്ലം എപ്പോഴും ചുമന്നിരിക്കും എന്നാണ് പറയുന്നത്. ചുമന്നാലും കറുത്താലും ഞങ്ങൾക്കാർക്കും ഒന്നുമില്ല, ഒരു രക്ഷയില്ല. ഇത് ചെയ്യാമെങ്കിൽ ജീവിക്കാം. ആദ്യം വന്ന് പറയാം ആനയെ തരാം, കുതിരയെ തരാം, അതിന്റെ പുറകെ ഒരു കുരങ്ങിനെ തരാമെന്നൊക്കെ പറയും. കുരങ്ങുമില്ല, മുയലുമില്ല, ആമയും ഇല്ല. ഈ 5 കൊല്ലം ഞങ്ങൾക്ക് ജീവിക്കാം. പെൻഷൻ കൂട്ടി എന്തൊക്കെ ആനുകൂല്യങ്ങളാ സർക്കാർ? പെൻഷൻ കൂട്ടിയ ഇതേ കൊച്ചുനാൾ തൊട്ട് തല്ലിയതിന്റെ ഫലവാ. അതിന്റെ പെൻഷൻ തരുന്ന ഒരു സർക്കാർ ഞങ്ങൾക്ക് തരുന്നില്ല. ശക്തമായ രാഷ്ട്രീയവും കൂടി പറയുന്നുണ്ട്. സ്ഥാനാർത്ഥികളെ ഭരണമാണ് ഈ ഭരണം തന്നെ വരണം വീണ്ടും. ഇത്തവണയും ഇടത് പക്ഷത്തെ അതെ. കഴിഞ്ഞ തവണ വോട്ട് ചെയ്തവരൊന്നും നോക്കിയില്ലേ? വോട്ട് ചെയ്തവർ നോക്കിയും കാണുകയും ചെയ്ത് അവർക്ക് തന്നെ ചെയ്യും. അപ്പൊ ഇത് ഇനിയും ഇങ്ങനെ തുടരും, ഭരണം തുടരും എന്നാണോ കൊല്ലത്ത്? 30 കൊല്ലം കൊണ്ടേ ഒരു കയറുതൊഴിലാളികളുടെ ക്ഷേമനിധി അടച്ച പൈസ തരാൻ കിടക്കുക. നമ്മുടെ സർക്കാരാന്ന് പറയുന്നു ഇടതുപക്ഷം. എന്താ തരാത്തെ? ഇപ്പൊ പെൻഷൻ കൂട്ടുന്നു, ക്ഷേമനിധിയുടെ തുക കിട്ടാനൊക്കെയുള്ള മേടിക്കുന്നില്ല, വിധവ പെൻഷനാ മേടിക്കുന്നത്. ആ അടച്ച പൈസ തരുന്നില്ലെന്നാ പറഞ്ഞേ. അപ്പൊ അന്ന് 30 കൊല്ലം അടച്ചതാ. 15,000 രൂപയുണ്ട്. എന്താ പറയുന്നേ? തരും. സർക്കാർ എന്നോട് ചോദിച്ചോണ്ടിരിക്കുന്നു, തരുമ്പോ അക്കൗണ്ടിൽ ഇട്ട് തരുമെന്ന് പറയുന്നു.
അത് തരാത്തതിന് വിഷമമുണ്ട്. പിന്നെന്ത് അതുകൊണ്ട് മാറി ചിന്തിക്കും എത്തവണ. അപ്പൊ ചിലപ്പം ചിന്തിച്ചേക്കും, മാറി ചിന്തിക്കും ചിലപ്പോ. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, പ്രതിസന്ധിയുണ്ട്. എങ്കിലും കോർപ്പറേഷനിൽ ജോലിയൊക്കെ കിട്ടുന്നതിലുള്ള ഒരു ആശ്വാസം അവർ പങ്കുവെക്കുന്നുണ്ട്. ആര് എങ്ങനെയെന്നൊക്കെയുള്ള തീരുമാനങ്ങളുണ്ട്, പക്ഷേ രാഷ്ട്രീയം അവർ തുറന്നു പറയുന്നില്ല എന്നതാണ്. വ്യക്തിയെ നോക്കി വോട്ട് ചെയ്യുമെന്ന് പറയുന്നവരുണ്ട്, ഒപ്പം തന്നെ പാർട്ടിയും വ്യക്തിയും പ്രധാനമാണെന്ന് പറയുന്നവരുണ്ട്. എന്തായാലും കൊല്ലത്തെ സംബന്ധിച്ച് വലിയ വെല്ലുവിളികൾ ഇല്ല എങ്കിൽ പോലും മാറി ചിന്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ചിലരെങ്കിലും ഉണ്ട് എന്നതിന്റെ സൂചനകൾ കൂടി കശുവണ്ടി ഫാക്ടറികൾ നമുക്ക് നൽകുന്നുണ്ട്. ഞാനിപ്പോ തെരഞ്ഞെടുപ്പ് റിപ്പോർട്ടിംഗിലാണോ അതോ ഒരു ഉല്ലാസയാത്രയിലാണോ എന്ന് എനിക്ക് തന്നെ സംശയം തോന്നുന്ന ഒരു സാഹചര്യമാണ്. അതായത് അഷ്ടമുടിക്കായലിലെ ഏറ്റവും സുന്ദരമായ മൺട്രോത്തുരുത്ത് എന്ന ഭാഗത്താണ് ഞാനിപ്പോൾ ഉള്ളത്. അവിടുത്തെ തുരുത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അവിടെ നിന്ന് ഞങ്ങൾ ബോട്ടിൽ ഇപ്പോൾ വളരെ ശാന്തസുന്ദരമായ അഷ്ടമുടിക്കായലിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നോക്കാം നമുക്ക്. ഈ വെള്ളത്തിലേക്ക് ചാഞ്ഞു കിടക്കുന്ന മരച്ചില്ലകളുണ്ട്, ഒപ്പം തന്നെ കണ്ടൽ കാടുകളുണ്ട്, ചെമ്മീൻ കെട്ടുകളുണ്ട്. എല്ലാം വളരെ സുന്ദരമാണ്. ഇത്ര ശാന്തസുന്ദരമായ യാത്രയിലും ഈ യാത്രയെ ചൂടുപിടിപ്പിക്കുന്ന തരത്തിലുള്ള ആളുകളാണ് നമുക്ക് ചുറ്റുമുള്ളത്. കാരണം വിവിധ പാർട്ടികളിലെ സ്ഥാനാർത്ഥികളായിട്ടുള്ളവരുണ്ട്, പാർട്ടി അനുഭാവികളായിട്ടുള്ളവരുണ്ട്. അപ്പോ നമ്മൾക്ക് ഈ തെരഞ്ഞെടുപ്പ്, കൊല്ലത്തെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ അവരോട് തന്നെ ചോദിക്കാം. ഇപ്പോൾ നമുക്കൊപ്പം ആദ്യം ചേരുന്നത് നെന്മേനി തെക്ക് ഭാഗം അല്ലേ, തെക്ക് വാർഡിലെ 9ാം വാർഡിലെ സ്ഥാനാർത്ഥിയാണ്. മൈക്കെടുത്ത് ഉപയോഗിച്ചോ. അപ്പോ സ്ഥാനാർത്ഥിയാണ് നമുക്കൊപ്പം ചേരുന്നത്. എന്താണ് ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് മുന്നോട്ട് വെക്കാനുള്ള, കോൺഗ്രസ് സ്ഥാനാർത്ഥിയല്ലേ, നിങ്ങൾക്ക് മുന്നോട്ട് വെക്കാൻ ഉള്ള കാര്യങ്ങൾ എന്താണ്? മൺട്രോതുരുത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് ഈ ടൂറിസം ഡെസ്റ്റിനേഷനാണ് മൺട്രോതുരുത്ത്. ഈ മൺട്രോത്തുരുത്തിൽ കഴിഞ്ഞ 10 വർഷമായി അനുഭവിക്കുന്ന ദുരിതങ്ങൾ, അതിനൊരു പരിഹാരം ഉണ്ടാകാൻ നമ്മുടെ കൺമുന്നിൽ കാണുന്ന ആ റോഡാണ് ഏറ്റവും വലിയ ഉദാഹരണം. മൺട്രോത്തുരുത്തിലെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് പോയിന്റാണിത്. ഇവിടെ എത്തുന്ന ജനങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ആ റോഡ്. ആ റോഡിന്റെ അവസ്ഥ നിങ്ങൾക്ക് നേരിട്ട് കണ്ടാൽ മനസ്സിലാവും. ഗവൺമെന്റ് അല്ലേ ചെയ്യേണ്ടത്? കടവൂർ ശിവദാസൻ മന്ത്രി ആയിരിക്കുന്ന വൈദ്യുതി മന്ത്രി അണ്ണ അങ്ങനല്ല. കടവൂർ ശിവദാസൻ വൈദ്യുതി മന്ത്രി എപ്പോഴും പവർക്കട്ടേ ഉള്ളൂ. ഒരു നേരവും കറണ്ടില്ല ഇപ്പം, ഒരു നേരവും കറണ്ടില്ല ഇപ്പം. ലോഡ് ഷെഡിങ് വേണ്ട, അതിന് വരെ കറണ്ടില്ല. 24 മണിക്കൂറും കറണ്ടില്ല. ഒരു കാറ്റടിച്ചാൽ മതി. മൺട്രോത്തുരുത്തിൽ കറണ്ടില്ലാത്ത ഒരു സാഹചര്യം നിലവിലുള്ളത്. ഇവിടെ മൺട്രോത്തുരുത്തിലെ പ്രദേശം എന്ന് വെച്ചാൽ എല്ലാം വെള്ളവും കുളവും തോടുകളും അടങ്ങുന്നതാണ്. ഇവിടെ CRZ ബാധകമായതുകൊണ്ട് ലൈഫിന്റെ വീട് കിട്ടിയാൽ തന്നെ അവർക്ക് വെക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം. അതിന്റെ പ്രധാന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ കഴിഞ്ഞ 2015 LDFന്റെ പഞ്ചായത്ത് വന്ന് ഈ നടപടിക്രമങ്ങൾ, ഈ CRZുമായിട്ടുള്ള ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലുള്ള തീരുമാനങ്ങൾ അവര് മറ്റു ചില തീരുമാനങ്ങൾ എടുത്തതോടുകൂടി ഇവിടെ CRZൽപ്പെട്ട ആർക്കും ഇവ മുറ്റത്തൊന്ന് വെള്ളം കെട്ടിക്കിടന്നാൽ ഇച്ചിരി മണ്ണിടാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യം കഴിഞ്ഞ LDFന്റെ പഞ്ചായത്ത് ഭരണസമിതിയാണ് ആ തീരുമാനം ഇവിടെ കൊണ്ടുവന്നത്. അതൊന്നും അഡ്രസ് ചെയ്യപ്പെടുന്നില്ല ആ പ്രശ്നങ്ങളൊന്നും. ആ പ്രശ്നങ്ങൾ നമ്മൾ പരിഹരിക്കാൻ ഗവൺമെന്റിൽ ഇപ്പൊ 10 വർഷമായിട്ട് LDF ഗവൺമെന്റ് ഭരിക്കുകയാണ്. ഇവിടെ എന്താണ് ചെയ്യുന്നത്? ഇവിടെ ഈ മൺട്രോത്തുരത്തിന് വേണ്ടി ഈ 10 വർഷം മുമ്പ് ഒരു പാക്കേജ് പറഞ്ഞ മുഖ്യമന്ത്രി അതൊന്ന് ചിന്തിക്കാൻ പോലും ഇതുവരെ ഒരു തീരുമാനങ്ങളും എടുത്തിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പൊ 18 മാസക്കാലമായി നിർമ്മാണ തൊഴിലാളി പെൻഷൻ അടക്കം ഈ ഗവൺമെന്റ് കൊടുക്കുന്നില്ല. പെൻഷൻ എന്ത് കൂട്ടിയത്? പെൻഷൻ കൂട്ടി. ഞാൻ പറയട്ടെ, 18 മാസക്കാലമായിട്ട് നിർമ്മാണ തൊഴിലാളിക്കാർക്ക് പെൻഷൻ, ഞാൻ പറയട്ടെ, അണ്ണം പറയുമ്പോ ഞാൻ അവസരം തന്നില്ലയോ? പെൻഷൻ കൂട്ടി. ഈ 18 മാസമായപ്പോ കൊടുക്കാത്തതിന് എന്നിപ്പോ കോടികൾ ചെലവഴിച്ച് അവിടെ ആഗോള അയ്യപ്പ സംഗമം നടത്തി. ഈ വിശ്വാസം ഇല്ലാത്തവർക്ക് വിശ്വാസ സംരക്ഷണം 2000 ആക്കുമെന്ന് പറഞ്ഞ് 2000 ആക്കിയപ്പോൾ ഈ ജനങ്ങളുടെ കയ്യിൽ നിന്ന് അതിനുവേണ്ടി എത്രയോ പൈസയാണ് അവർ നികുതിയുടെ പേരിൽ വാങ്ങിച്ചത്. വെള്ളക്കര കൂട്ടി, കണ്ണിയാസ് വർദ്ധിപ്പിച്ചു, രജിസ്ട്രേഷൻ ഫീ വർദ്ധിപ്പിച്ചു. 2000 രൂപ പെൻഷനാക്കി. അതിൽ കോൺഗ്രസ് ഭരണകാലത്ത് എത്ര രൂപ കൂട്ടി? അതിനകത്ത് എത്ര രൂപ ഉണ്ട്? 1900 രൂപ പെൻഷനാക്കിയപ്പോൾ സാധാരണക്കാരനെ കൊള്ളയടിക്കുന്ന രീതിയിൽ വീട് കരം, കറണ്ട് ബില്ല്, ഈ സർക്കാർ എന്താണ് ഈ നാട്ടിൽ നടപ്പിലാക്കുന്നത്? വികസനമാണ് കുടുംബ വികസനമാണ് നടക്കുന്നത്. കുടുംബത്തിന്റെ വികസനമാണ് നടക്കുന്നത്. ഇവിടുത്തെ CPM-മാരാ, ലോക്കൽ സെക്രട്ടറി മുതൽ സംസ്ഥാനം ഭരിക്കുന്ന മന്ത്രിമാർ വരെയാണ് ഇവിടെ. എല്ലാവരും കോടീശ്വരന്മാരാ. MLA ഉണ്ടായിരുന്നു രാജഗോപാൽ. എന്നിട്ട് 5 വർഷം കഴിഞ്ഞതിന് ശേഷം എന്ത് പറ്റി? അവിടെ ഒന്നും ചെയ്തില്ല. അതുകൊണ്ട് അദ്ദേഹം തോറ്റി. 5 വർഷം
ഒന്നും ചെയ്യാതിരുന്നോണ്ടാണ് ഇവിടെ കഴിഞ്ഞ 5 വർഷം 3 BJP മെമ്പർമാരുണ്ടായിരുന്നു. ഈ 3 BJP മെമ്പർമാരുടെ വാർഡിലും 1 രൂപ പോലും കേന്ദ്ര ഫണ്ട് കൊണ്ടുവന്നിട്ടില്ല. അവരാകെ ചെയ്തത് ഒരു മെമ്പറുടെ വാർഡില് നാട്ടുകാരുടെ കീശയിൽ നിന്ന് പിടിച്ച പൈസ വെച്ച് ഒരു പാലം കൊണ്ടു, ഒരു റോഡ് കൊണ്ടുവന്നു. ഈ 65 വർഷം കോൺഗ്രസും കമ്മ്യൂണിസ്റ്റോടാണ് ഇവിടെ ഭരിച്ചത്. 65 വർഷം കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റോട് ഇവിടെ ഭരിച്ചത് എന്തുകൊണ്ടുവന്നു? ഇപ്പോൾ ഞങ്ങളുടെ യാത്ര എത്തി നിൽക്കുന്നത് കൊല്ലം ബീച്ചിലാണ്. കൊല്ലം ബീച്ച് എന്ന് പറയുന്നത് ഒരു സംഗമ ഭൂമിയാണ്. കൊല്ലത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ എത്തുന്ന ഇടമാണ്. ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട സായാഹ്ന സവാരി കേന്ദ്രമാണ്. ഇവിടെയാണ് കൊല്ലത്തുകാർ അവരുടെ നല്ല സമയങ്ങൾ ചെലവഴിക്കുന്നത്. അപ്പോൾ ആ സായാഹ്നത്തിൽ ശാന്തമായ കടൽ നമുക്ക് അടുത്തുണ്ട്. നമുക്കൊപ്പം പക്ഷേ തിളച്ചു മറിയുന്ന രാഷ്ട്രീയം പറയാനായി മുന്നണി നേതാക്കന്മാരുണ്ട്, ഒപ്പം നാട്ടുകാരുണ്ട്, പാർട്ടി പ്രവർത്തകരായിട്ടുള്ളവരൊക്കെ ഉണ്ട്. എല്ലാവരും ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് BJPയുടെ ജില്ലാ പ്രസിഡന്റ് എസ് പ്രശാന്താണ് BJPയെ പ്രതിനിധീകരിച്ച് നമുക്കൊപ്പം ഉള്ളത്. ഗീതാ കൃഷ്ണൻ, അദ്ദേഹം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റാണ്. അദ്ദേഹം കോൺഗ്രസ് പ്രതിനിധിയായി നമുക്കൊപ്പമുണ്ട്. അപ്പോൾ ചിന്ത അല്പസമയത്തിനകം തന്നെ CPM പ്രതിനിധി നമുക്കൊപ്പം ചേരുകയും ചെയ്യും. അപ്പോ എന്താണ് കൊല്ലത്തിന്റെ രാഷ്ട്രീയം, എന്താണ് കൊല്ലം ചർച്ച ചെയ്യുന്നത്, എന്താണ് കൊല്ലം കരുതി വെച്ചിരിക്കുന്നത് മുന്നണികൾക്കായി എന്നത് പരിശോധിക്കുകയാണ്. ഇത്തവണ വളരെ നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുവാൻ പാർട്ടിക്ക് കഴിഞ്ഞത്. അതിലെല്ലാം ഉപരി കഴിഞ്ഞ 30 വർഷം, നിങ്ങൾ പറയുന്ന 25 വർഷം കൊല്ലം കോർപ്പറേഷനും അതിനു മുൻപ് 5 വർഷം കൊല്ലം മുനിസിപ്പാലിറ്റിയുടെ അവസാനത്തെ 5 വർഷവും ഇടതുപക്ഷമാണ് കൊല്ലം ഭരിച്ചിരുന്നത്. അതായത് 30 വർഷത്തെ ഈ പറയുന്ന ഇടത് ദുർഭരണത്തിനെതിരെയുള്ള ഒരു തീർച്ചയായിട്ടും ഒരു ജനവികാരം ഉണർന്നിരിക്കുകയാണ്. സംസ്ഥാന സർക്കാരിനെതിരെ ഉള്ള ഒരു ജനവികാരമുണ്ട്. ഈ പറഞ്ഞ രീതിയിൽ ശബരിമല സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള വിഷയങ്ങളുണ്ട്. ഒപ്പം ഈ കൊല്ലം നഗരത്തിലെ മാലിന്യ പ്രശ്നം ഉൾപ്പെടെ, തെരുവുനായ പ്രശ്നം ഉൾപ്പെടെ, മാലിന്യ സംസ്കരണം ഉൾപ്പെടെ, അങ്ങനെ അറവുശാല ഇല്ലാത്ത ഉൾപ്പെടെ, നല്ല റോഡുകളില്ലാത്തത്, ലൈറ്റ് കത്താത്തത്, ഓട കൃത്യമായിട്ട് ഒഴുകാത്തത്, അങ്ങനെ നിരവധിയായ വിഷയങ്ങൾ കൊണ്ട് 100% കൊല്ലം കോർപ്പറേഷൻ ഞങ്ങൾക്ക് ഭരിക്കാൻ കഴിയുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് വികസനമാണ്. വികസിത കേരളവും വികസിത കൊല്ലവുമാണ് BJP മുന്നോട്ട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. കൊല്ലത്തെ സംബന്ധിച്ച് ഇവിടെ പറഞ്ഞു, തുടർച്ചയായി 30 വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണസമിതി ഉണ്ടായിരുന്ന ഭരണസമിതി, ആ ഭരണസമിതിയെ സംബന്ധിച്ച് കൊല്ലത്തിന്റെ ഒരു സമഗ്രമായ വികസനം എന്നുള്ളത് ഇപ്പോഴും സ്വപ്നമായി അവശേഷിക്കുന്നു. കേരള നിയമസഭയ്ക്കകത്ത് ശ്രീ തോമസ് ഐസക് അതിന് മറുപടി കൊടുത്തിട്ടുണ്ട്. ശ്രീ PC വിശ്വനാഥിന് മറുപടി 3 മാസത്തെ കുടിശ്ശികയെന്ന് പറഞ്ഞ് മറുപടി കൊടുത്തിട്ടുണ്ട്. നിയമസഭാ രേഖ, ഞങ്ങളാരും പറഞ്ഞതല്ല. മാസത്തെ കുടിശ്ശിക അതിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. പല പെൻഷനുകൾക്കകത്തും 18 മാസത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നു. അതിനെല്ലാം ഏകീകരിച്ചുകൊണ്ടാണ് നമ്മൾ ക്ഷേമ പെൻഷനാക്കി പിന്നീട് നൽകുന്നത്. അപ്പം നമ്മളതിൽ കാണേണ്ട ഒരു കാര്യം, കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് ജനങ്ങൾക്ക് ഈ കക്ഷി രാഷ്ട്രീയ വ്യത്യാസത്തിന്റെ ഭാഗമായി നടക്കുന്ന തർക്കത്തിലല്ല താല്പര്യം. ജനങ്ങളുടെ ജീവിതത്തെ സ്പർശിക്കുന്ന എന്തൊക്കെ പ്രവർത്തനങ്ങൾ സർക്കാർ നടത്തുന്നു എന്നുള്ളതാണ്. അതിൽ തീർച്ചയായും സഖാവ് പിണറായി വിജയന്റെ ഗവൺമെന്റ് ജനങ്ങൾക്ക് ജനോപകാരപ്രദമായ പ്രവർത്തനങ്ങളാണ് നടത്തുന്നതെന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. നിരവധി പ്രശ്നങ്ങൾ ജനങ്ങൾ ചൂണ്ടിക്കാട്ടുകയാണ്. അവർക്ക് അടിസ്ഥാന സൗകര്യ വികസനമില്ല, വീടില്ല, അങ്ങനെ നിരവധി പ്രശ്നങ്ങളാണ്. ഇതാണ് എവിടെ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്താലുമുള്ള അവസ്ഥ ഇതാണ്. എനിക്ക് ചുറ്റുമുയരുന്നത് പരാതികളാണ്. എന്ത് കൊല്ലത്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടുന്ന അവസ്ഥയാണ്. കാത്തിരുന്ന് കാണണം. കൊല്ലം ഇപ്പോൾ പ്രവചിക്കാൻ പറ്റാത്ത അവസ്ഥ എന്ന തലത്തിലാണ് പറയുന്നത്. ഇടതിനെ പിന്തുണയ്ക്കുമോ അതോ ഒരു മാറ്റം കൊല്ലത്ത് വരുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണണം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എന്തായാലും 9-നായിരിക്കും കൊല്ലത്തെ ജനത അവരുടെ മനസ്സ് തുറക്കുക. അങ്ങനെ രാവിലെ 6 മണിക്ക് തുടങ്ങിയ ഞങ്ങളുടെ യാത്ര എന്നെ ഇപ്പോൾ ഇവിടെ വീട്ടിന് മുന്നിൽ ഇറക്കുമ്പോൾ അവസാനിക്കുകയാണ്. നമ്മൾ കൊല്ലത്തിന്റെ വിവിധ ഭാഗങ്ങൾ ഇന്ന് കണ്ടു. എന്തായാലും പ്രവചനാതീതം എന്ന് പറയുന്ന സാഹചര്യം കൊല്ലത്തെ സംബന്ധിച്ചുണ്ട് എന്ന് ഒരിക്കലും കരുതാൻ വയ്യ. എങ്കിൽ പോലും ചില മാറ്റങ്ങളുടെ സൂചനകൾ അല്ലെങ്കിൽ മാറ്റങ്ങൾ വേണമെന്ന ആവശ്യങ്ങൾ പല ഭാഗത്തും നമ്മൾ കേട്ടു. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ കൊല്ലത്തിൻ്റെ ഫലം എഴുതാൻ. എനിക്കൊപ്പം ഉണ്ടായിരുന്നത് അരുണും, ക്യാമറമാൻ അരുണും, ഒപ്പം തന്നെ ഞങ്ങളുടെ ഡ്രൈവർ പ്രസാദുമാണ്. അവരിപ്പോൾ മടങ്ങുകയാണ് തിരുവനന്തപുരത്തേക്ക്. അപ്പോൾ നമ്മുടെ കൊല്ലത്തെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും നന്ദി.